രാജ്യത്തെ 543 മണ്ഡലങ്ങളിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യം. 2.5 മാസത്തിലധികം നീണ്ടുനിന്ന 7 ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പിനൊടുവിൽ ജൂൺ 4-നായിരുന്നു വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ അവസാനിക്കുമ്പോഴും BJP നയിക്കുന്ന NDA സഖ്യം കടുത്ത വെല്ലുവിളിയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിൽ നിന്ന് നേരിടുന്നത്. 400 സീറ്റ് പ്രതീക്ഷിച്ചിറങ്ങിയ NDAക്ക് മുന്നിൽ മികച്ച പ്രകടനമാണ് പ്രതിപക്ഷ സഖ്യം കാഴ്ചവെച്ചിരിക്കുന്നത്. വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച നിരവധി മണ്ഡലങ്ങളിൽ നിന്ന് BJPക്ക് പരാജയം രുചിക്കാൻ സാധിച്ചെന്ന് നിസ്സംശയം പറയാം. നിറം മങ്ങിയ വിജയമാണ് BJP നേടിയെടുത്തിരിക്കുന്നത്. വാരണാസിയിൽ മോദിക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് BJPക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നുറപ്പായപ്പോൾ അടുത്ത നടപടികളിലേക്ക് പോകുകയാണ് പാർട്ടി. TDPയും JDUവും പ്രതിപക്ഷ പാർട്ടിയിലേക്ക് പോകാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പാർട്ടി. ഈ 2 പാർട്ടികളും പ്രതിപക്ഷ ചേരിയിലേക്ക് പോകാതിരിക്കാൻ വാഗ്ദാനങ്ങൾ നൽകുകയാണ് BJP. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തവ് ഭാഗം ശിവസേനയെ തിരികെ NDAയിലേക്ക് കൊണ്ടുവരാൻ RSSന്റെ നേതൃത്വത്തിന് സഹായത്തോടെ BJP നീക്കം ആരംഭിച്ചു. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ ഘടക കക്ഷികളെ BJP റാഞ്ചാതിരിക്കാൻ MPമാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നതും. കേന്ദ്ര സർക്കാരുമായി പോർമുഖം തുറന്ന് രാജ്യതലസ്ഥാനത്തുൾപ്പെടെ മികച്ച പോരാട്ടം നയിക്കുമെന്ന് പ്രതീക്ഷിച്ച ആം ആദ്മി പാർട്ടിക്ക് പലയിടത്തും കാലിടറിയ കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നെത്തി പ്രചാരണം നയിച്ച അരവിന്ദ് കെജ്രിവാളിന് ഒരു സ്വാധീനവും തന്റെ തട്ടകത്തിൽ സൃഷ്ടിക്കാനായില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഫലം രാഷ്ട്രീയക്കാരനെന്ന നിലയിലുള്ള പരിശ്രമത്തിന് നേർക്കാഴ്ചയാണ്. കഴിഞ്ഞ തവണ വയനാടിനോടൊപ്പം മത്സരിച്ച അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഇക്കുറി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വമ്പൻ വിജയമാണ് കരസ്ഥമാക്കിയത്. ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടന്നു കയറിയത് ജനഹൃദയങ്ങളിലേക്കാണ് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. വയനാടൻ ചുരം കയറി കഴിഞ്ഞ തവണ വന്നപ്പോൾ വൻപൻ ഭൂരിപക്ഷം കരുതിവെച്ച ജനത ഇത്തവണയും രാഹുലിനെ കൈവിട്ടിട്ടില്ല. കേരളത്തിലെ ലോക്സഭാ വിജയം പരിശോധിച്ചാൽ UDFന് 18, LDF 1, BJP 1 എന്ന രീതിയിലാണ് സീറ്റ് നില. ചരിത്രത്തിലാദ്യമായി BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് ഇത്തവണ തൃശ്ശൂരാണ്. ഒരിക്കലും BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അക്കൗണ്ട് കേരളത്തിൽ തുറന്നത് BJPക്ക് തന്നെ അഭിമാനമാണ്. നടൻ സുരേഷ് ഗോപിയാണ് മിന്നും വിജയം നേടിയിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശിന്റെ വിജയം കൈവരിക്കാനായതും ഇന്ന് കണ്ട കാഴ്ചയാണ്. അവസാന നിമിഷത്തിലാണ് അടൂർ പ്രകാശ് വിജയം കൈവരിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് നോ 24.